അബ്ദു പൊയിലഗ്രഫാം. നമ്മുടെ ലൊക്കേഷനിൽ കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇത് കംബോഡിയൻ ഹണിജാക്ക് കണ്ടോ, പഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ചക്ക വലിക്കും. പിന്നെ റിവ്യൂ പറഞ്ഞുതരാം, ഇതിന്റെ ടേസ്റ്റ് ഉള്ളതാണോ അല്ലേ എന്നുള്ളത് പറഞ്ഞുതരാം. കംബോഡിയൻ ഹണിജാക്ക്. ഇങ്ങനെ കംബോഡിയൻ ഹണിജാക്ക് കട്ട് ചെയ്തണേ. നമ്മളെ കംബോഡിയൻ ജാക്ക് കട്ട് ചെയ്യാൻ പോണേ. ഇത് നല്ല സൈസാണ്, ഏകദേശം 22-23 കിലോ ചക്ക ഉണ്ട്. പിന്നെ ഇത് ആദ്യമായിട്ടാണ് നമ്മളെ ഫാമിൽ കായ്ക്കുന്നത്. നമ്മൾ ഫാമിൽ കായ്ച്ചതിന്റെ റിവ്യൂ അറിഞ്ഞതിന് ശേഷം നമ്മൾ തൈ ഉണ്ടാക്കും. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഇനി കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് കംബോഡിയൻ ഹണി ജാക്ക്. ഇതിന്റെ പ്രത്യേകം തന്നെ ചോണില്ല, വളരെ കുറവാ അല്ലേ. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ, റോസ് കളറാണേ. കണ്ടോ, റോസ് അല്ല ഇത് കളർ, ഓറഞ്ച് കളർ. ഓക്കെ, സോറി. ചോളൊക്കെ നല്ല സൈസ് ഉണ്ട്. ടേസ്റ്റ് നോമ്പ് ഇറക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളെ കംബോഡിയൻ ജാക്ക് ഇതാ. ചോളന്റെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമുള്ള ഇതാണ്. ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ നോക്കി പറഞ്ഞുതരാം. സൂപ്പർ ടേസ്റ്റാ, നല്ല ടേസ്റ്റ്. ചോണി വളരെ കുറവാണ്. അതുമാതിരി ഗംലെസ് എന്ന് വേണമെങ്കിൽ പറയട്ടോ, ഗമ്മ് വളരെ കുറവാ. വലിപ്പമുള്ള ചോള, നല്ല ടേസ്റ്റ്. അപ്പോൾ പ്ലാവ് നടുന്ന ആൾക്കാർ വിയറ്റ്നാം മേളി റെഡ് ജാക്ക്, അതായത് ടാങ് സൂര്യ J33, അതിന്റെ കൂടെ കംബോഡിയൻ ഹണിജാക്ക് നിർബന്ധമായിട്ട് ഒരു തൈ നടണം. അടിപൊളി ചക്കയാണ്, സൂപ്പർ ചക്കയാണ്. എവിടെന്നെങ്കിലും തൈ കിട്ടുകയാണെങ്കിൽ നട്ടോളുക, സ്ഥലമുള്ള ആൾക്കാർ. ഓക്കെ, ബൈ.